ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് ഞാൻ ആദ്യം പഠിച്ചത് ഇംഗ്ലീഷാണ്. ഇന്ന് എനിക്ക് കമ്പാരിറ്റീവ്ലി പഠിക്കാൻ കുറച്ചൊരു മടിയുള്ള ദിവസമായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ പൊതുവേ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് ടൈമർ വെക്കും, എന്നിട്ട് പഠിക്കും. അപ്പോൾ 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുമല്ലോ. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ടൈമർ ഒന്നും കൂടി വെക്കും. ഇനി അങ്ങനെ അല്ലെങ്കിലും 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ പോവോ, അത് നമുക്ക് നല്ലതാണല്ലോ. എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇത് പോമോഡോറോ ടെക്നിക്കാണ്. ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 45 മിനിറ്റ്സിൻ്റെ ടൈമർ വെക്കാം, എന്നിട്ടൊരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് നല്ല മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ 30 മിനിറ്റ്സാണ് ടൈമർ വെക്കാറ്. അപ്പം നമ്മൾ ഈ ഇടയ്ക്കൊന്ന് ടൈമറിൽ നോക്കിയാൽ പോലും ഒരു 20 മിനിറ്റോ ഒരു 10 മിനിറ്റോ കൂടി ഉള്ളല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കും. പക്ഷേ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ തന്നെ വീണ്ടും ടൈമർ വെക്കും. നമുക്ക് ആദ്യം ഒരു മടിയുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഫ്ലോ കിട്ടുമല്ലോ. ഞാനിപ്പോൾ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഡേയ്സ് യു റിയലി ഫീൽ ലൈക്ക് സ്റ്റഡിങ്, പക്ഷേ സം ഡേയ്സ് നമുക്ക് അങ്ങനെ തോന്നത്തില്ല. ബട്ട് ഐ ഫെൽറ്റ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. അപ്പോൾ എത്ര മടിയുണ്ടെങ്കിലും ഞാൻ ദിവസം ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരോടാണെന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീഷൻ നമുക്ക് നമ്മളോട് മാത്രമാണ്. നമ്മൾ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വാട്ട് റിയലി മാറ്റേഴ്സ്. അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച കുറച്ച് നോട്ട്സ് റിവൈസ് ചെയ്യുമായിരുന്നു. ബിക്കോസ് നമ്മൾ എത്ര പഠിച്ചാലും റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നു പോകുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ വേൾഡ് ജിയോഗ്രഫിയുടെ ഒരു ക്ലാസ് കൂടുകയാണ് ചെയ്തത്. ഒരു റിവിഷൻ ക്ലാസ് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി എനിക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് വേൾഡ് ജിയോഗ്രഫി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.